ഞാനോർത്ത് വല്ല ഉൾക്കയുമായിരിക്കുമെന്ന്. ഇതിലും ഭേദം അതായിരുന്നു. തകഴി ചേട്ടാ, ഒരു ചായ. ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് പാർട്ടി വിട്ട് ലീഗിലേക്ക്. ഓ, നേതാക്കന്മാർക്ക് എന്തു വേണേലും ആകാം, അണികൾക്ക് അതൊന്നും പാടില്ല. ഭർത്താവിൻ്റെ തലക്കടിച്ച് ഭാര്യ കാമുകനോടൊപ്പം ഒളിച്ചോടി. ഭാഗ്യം, ഭർത്താവ് രക്ഷപ്പെട്ടു. എന്തോ കെണിയാണല്ലോ. ഈ നീട്ടിപ്പിടിച്ച വടിയായിട്ട് കേട്ടോ. ഛേ, അതല്ല, നീ ഈ കയ്യിരിക്കുന്ന വടിയുടെ കാര്യമാണ് ചോദിച്ചത്. ആ നായിന്റെ മോണ്ട് ഇന്ന് ഞാൻ 2 കൊടുക്കും. നേരെ സുധി, അതിന് 2 അടിയുടെ കുറവുണ്ട്. ഞാൻ ഈ പട്ടിയുടെ കാര്യമല്ല പറഞ്ഞു. പിന്നെ ഏത് പട്ടി? ആ ഓട്ടക്കോരൻ പട്ടി. ഏത്, ഷാജിയോ? അവനിപ്പോ ഇല്ലായ്മ പറഞ്ഞ് നടപ്പല്ലേ എന്നെ പറ്റി. അവന് ജോജിയുടെ ഭാര്യയും ഞാനും തമ്മിൽ ബന്ധമുണ്ടെന്ന് അവൻ ജോജിയോട് പറഞ്ഞു. അവനെന്നെ പൂരത്തല്ലി. അവനെ ഞാൻ വെറുതെ വിടത്തില്ല. സുധി, അവനൊരു പാവമാണ്. അവനങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ, കിട്ടിയത് എനിക്കല്ലേ. ആട്ടെ, സംഭവം സത്യമായിരുന്നു. എന്നാ വാ, അവനെ സ്റ്റാൻഡിൽ കാണും, നമുക്ക് അങ്ങോട്ട് പോകാം. ഷാജി, ഷാജി എന്നാ വിളിക്കുന്നു? ഓ, ഇവിടെ വാടാ. നിന്നെ ഇന്ന്. എന്റെ സുധി, ആദ്യം നിങ്ങൾ കാര്യം ചോദിക്കും, എന്നിട്ടല്ലേ ബാക്കി. ഞാൻ ആ ജോജിയുടെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്നാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൻ പറയില്ലെന്ന്. എനിക്കറിയാം അവനെ. ഇവനല്ലാതെ ഇക്കാര്യം മറ്റാർക്കും അറിയില്ല. ഞാൻ നിന്നെ വിശ്വസിക്കണം. അങ്ങനെ പറയരുത്. ആണ് ഈ തമ്മിലിന്റെ ഭാര്യയായിട്ട് ഊട്ടിക്ക് പോയ കാര്യം ഞാൻ ഇതുവരെ തമ്മിലിനോട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ആടിയുന്ന സിനിമയ്ക്ക് പോയ കാര്യം ഞാൻ ഇതുവരെ തമ്മിലിനോട് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം പോട്ടെ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ ഒരു അരപ്പവന്റെ കമ്മല് മേടിച്ചു കൊടുത്താലും ഞാൻ ഇതുവരെ തമ്മിലിനോട് പറഞ്ഞില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൻ പറയില്ല. അത്രയ്ക്ക് സത്യസന്ധനാണ്. നീ എന്നാ പറഞ്ഞേ? ഇല്ല അണ്ണാ, അണ്ണനോടല്ലാതെ വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. സത്യം പറയുന്നു അവനെയല്ലടാ, പരസ്ത്രീയുടെ പുറകെ നടക്കുന്നു നിന്നെയാടാ അടിക്കണ്ടേ. ഞാൻ വേറെ ആരോടും പറയത്തില്ലെന്നേ, സത്യം.